അങ്ങനെ നമ്മൾ യു കെയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ചക്ക വന്ന് ഇന്നലെ രാത്രി നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീച്ച് നമ്മൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടന്നില്ല. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് വിചാരിച്ചത് ഒരു ഹോം ടൂർ ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വീടിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് അത് പോസിബിൾ അല്ല, അലമ്പായി കിടക്കണം. അപ്പോൾ ഞങ്ങൾ പെട്ടിയൊക്കെ പൊട്ടിച്ചു. ചക്ക വറുത്തത് വീട്ടിൽ നിന്ന് ആക്കി തന്നിട്ടുണ്ട്. നൈസായിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ പെട്ടി പൊട്ടിച്ച് കാണിച്ചാൽ ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളെ വീടിൻ്റെ ഒരു അവസ്ഥ. ഒരാൾ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇതിൽ കാര്യമായിട്ട് പണിപ്പുരയിൽ. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് പെട്ടിയൊക്കെ പൊട്ടിച്ചു. 3 എണ്ണം നമ്മൾ ഓൾറെഡി പുറത്തെടുത്തിട്ടുണ്ട് ഐറ്റംസൊക്കെ. അത് ഈ മേശയിൽ മൊത്തമായിട്ട് നിരത്തി വെച്ചേക്കാണ്. കിച്ചൺ ഐറ്റംസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. കുറേ മസാല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കൊല്ലത്തേക്കുള്ള മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു കൊല്ലത്തേക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കണം. ഇത് ആക്ച്വലി നമ്മൾ ഇവിടെ ഒരു വിളക്കെത്തിക്കുന്ന സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇത് നമുക്ക് വോളിൽ ഹാങ് ചെയ്യാനുള്ള സെറ്റപ്പ് ആക്കിയില്ല. തൽക്കാലം അതുവരെ അവിടെ വെച്ചാണ്, അല്ലാണ്ട് പുതിയ പ്രതിഷ്ഠയാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ കുറച്ച് വിളക്കിൻ്റെ കത്തിക്കേണ്ടതും പിന്നെ ചെറിയ ചെറിയ ഒരു വിഗ്രഹങ്ങളും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ചെറിയൊരു മന്ദിർ ടൈപ്പ് ഒരു സംഭവം വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ നാളായിട്ട് വാങ്ങിച്ചത് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇവിടെ തന്നെ വിളക്കെത്തിക്കുന്ന ആക്കാനാണ് പ്ലാൻ. ഫ്രെയിമൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു കോർണറിൽ വിളക്കൊക്കെ വെച്ച് റെഡി ആക്കണം. ഇത് നമ്മൾ പോകുമ്പോഴേ വിചാരിച്ച ഒരു കാര്യമായിരുന്നു. വരുമ്പം നമ്മൾ പുതിയ വീടൊക്കെ സെറ്റാക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു പൂജാമുറിയായിട്ട് ഇവിടെ എന്തായാലും വെക്കാൻ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ചെറിയൊരു ഏരിയ അതിന് വേണ്ടിയിട്ട് കരുതണം എന്ന് വിചാരിച്ചതായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ മേടിച്ച് വന്നത് നാട്ടിൽ നിന്ന്. ഇതാണ് ഇപ്പോഴത്തെ വീടിൻ്റെ ഒരു അവസ്ഥ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലാം വലിച്ച് വാരിട്ടേക്കുവാണ്. കിച്ചൻ്റെ ഭാഗത്തേക്കൊന്നും നോക്കണ്ട, എല്ലാം അലമ്പായി കിടക്കുകയാണ്. സോ എന്ന് പറഞ്ഞ് തുടങ്ങണം ഇനി. എല്ലാം വാരി വലിച്ചിട്ടേക്കുവാണ്. കൊണ്ടുവന്ന സാധനങ്ങളും ഉണ്ട്, പിന്നെ എല്ലാം ഞങ്ങൾ രണ്ടുപേരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. ഒരു ബോക്സ് ഇതേ കിടക്കണ ആ ചെറിയ ബോക്സ് ഫുൾ ഡ്രസ്സുകളാണ്, ഒന്നും പുറത്തെടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം വേണം ഇനി സെറ്റാക്കി എടുക്കാൻ. ആക്ച്വലി നമ്മൾ ഇത്രയൊന്നും സാധനം കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നില്ല. പക്ഷേ ഒരു ഷോപ്പിൽ പോകുന്ന സമയത്ത് ഒന്ന് വിചാരിച്ചിട്ട് പോവും, പക്ഷെ കാണുന്ന സമയത്ത് അതും കൂടി വേണമെന്ന് വിചാരിക്കുക, അത് വാങ്ങിക്കും. അങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യാതെ കുറേ സാധനങ്ങൾ കയറിയത്. നമുക്ക് കറക്റ്റ് വെയിറ്റ് ആയിരുന്നു 20 വെച്ചിട്ട് 4 ബോക്സ്. ഇപ്പോൾ ഈ റോസ് ഇന്നലെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവനും അവൻ്റെ വൈഫും അപ്പം ഞങ്ങൾക്ക് തന്നിട്ട് പോയതാണ്. ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ. സോ ഒരു ഫുൾ ഹോം ടൂറുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. എല്ലാം ഒന്ന് വൃത്തിയാക്കി സമാധാനമായിട്ട് ഒന്നിരിക്കട്ടെ. ഓക്കെ ദെൻ ബൈ.